പീരങ്കികൾക്ക് അപ്പുറത്തെ, ആയുധങ്ങൾക്ക് അപ്പുറത്തെ വാക്കുകളുടെ പോരാട്ടം എന്നാണ് നയതന്ത്രത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ യുദ്ധക്കളത്തിലെ ഈ പോരാട്ടം വെടിയൊച്ചകളുടെയും ടാങ്കുകളുടെയും മാത്രം കളിയല്ല. യുദ്ധം എന്ന് പറയുന്നത് വെടിയൊച്ചകളുടെയും ടാങ്കുകളുടെയും മാത്രം കളിയല്ല. അതിന് പിന്നിൽ വാക്കുകൾ കൊണ്ടും ഇടപാടുകൾ കൊണ്ടും നടക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ യുദ്ധം അതാണ്. യുദ്ധരംഗത്തെ നയതന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കിയാൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ, വലിയ ശക്തികൾ വന്നിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള അമേരിക്കയും റഷ്യയും ചൈനയും തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പോരാട്ടത്തിൽ നേരിട്ട് പങ്കെടുക്കാതിരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള അവരുടെ വാക്കുകൾ നിർണായകമാണ്. സമ്മർദ്ദമുണ്ടാവുന്നു. ഇത്ര സാമ്പത്തിക സഹായങ്ങളും ആയുധ വിതരണങ്ങളും അവയിലൂടെ അവർ ആ യുദ്ധത്തെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഉടനെ നടപടി വരും. ആളുവർദ്ധവും കൊടുത്തിട്ട് അതിനെ സഹായിക്കും. പുറകിൽ നിന്നുകൊണ്ട് സമ്മർദ്ദങ്ങളാണ്. മധ്യസ്ഥരുടെ പങ്കാണ് അടുത്തത്. ഈ സമാധാനപരമായിട്ടുള്ള യുദ്ധരംഗത്തെ നയതന്ത്രങ്ങളിലൊന്ന് മധ്യസ്ഥരുടെ പങ്കാണ്. ചിലപ്പോഴൊക്കെ UN കടന്നു വരാറുണ്ട്. തുർക്കിയും ഖത്തറും പോലുള്ള രാജ്യങ്ങൾ, ഖത്തർ സ്ഥിരമായി ഈ മധ്യസ്ഥത വഹിക്കുന്ന, തുർക്കി ഇങ്ങനെ സ്ഥിരമായി മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യമാണല്ലോ. അപ്പം ശാന്തി ദൂതന്മാരായിട്ടാണ് ഇവർ രംഗത്ത് വരിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.